വെൽക്കം ടു കെം സ്ക്വയർ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇവാപ്പറേഷൻ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ബാലൻസ് പ്രോബ്ലമാണ്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. 100 kg/h ഓഫ് വീക്ക് ലിക്കർ കണ്ടെയ്നിങ് 15% sodium hydroxide by weight is to be concentrated in a pallet plant evaporator to get a thick liquor containing 40% by weight sodium hydroxide. പറഞ്ഞിരിക്കുന്നത് 15% കോൺസെൻട്രേഷനുള്ള ഒരു സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷന് ഒരു ഇവാപ്പറേറ്ററിലൂടെ കടത്തി വിട്ടിട്ട് നമ്മൾ 40% കോൺസെൻട്രേഷനുള്ളൊരു സൊല്യൂഷനാക്കി മാറ്റുകയാണ്. അങ്ങനെയെങ്കിൽ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുകയാണ്, ഫൈൻഡ് എമൗണ്ട് ഓഫ് വാട്ടർ ഇവാപ്പറേറ്റഡ്. 40% കോൺസെൻട്രേറ്റ് ഉള്ളൊരു സൊല്യൂഷൻ ആക്കണമെങ്കിൽ നമ്മൾ എത്ര എമൗണ്ട് വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു പ്രോബ്ലം മെറ്റീരിയൽ ബാലൻസ് പ്രോബ്ലമാണ്. നമുക്ക് മെറ്റീരിയൽ ബാലൻസ് ബ്ലോക്ക് ഡയഗ്രത്തിലേക്കൊന്ന് പോവാം. ഇതാണ് ഒരു ഇവാപ്പറേഷൻ്റെ മെറ്റീരിയൽ ബാലൻസ് ബ്ലോക്ക് ഡയഗ്രം. നമ്മൾ ഫീഡ് കൊടുക്കുകയാണ്, നമുക്ക് പ്രോഡക്റ്റും കിട്ടും, വേപ്പറും കിട്ടും. ഓവറോൾ മെറ്റീരിയൽ ബാലൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ട് ഇസിക്കൽ ടു ഔട്ട്പുട്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഫീഡ് F=P+V. നമുക്ക് ഇതിൻ്റെ ഒരു കമ്പോണൻറ്റ് ബാലൻസും കൂടിയുണ്ട്. കമ്പോണൻറ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കണം, ഈ സൊല്യൂഷനകത്ത് 2 കമ്പോണൻറ്റുകളാണ് ഉള്ളത്, സോഡിയം ഹൈഡ്രോക്സൈഡും വാട്ടറും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു കീ കമ്പോണൻ്റായിട്ട് ഒരു കമ്പോണൻറ്റ് സെലക്ട് ചെയ്യുക. ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡാണ്. അങ്ങനെയെങ്കിൽ FXF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡ്, ഫീഡിനകത്തുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് എത്രയാണ്. PXP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്റ്റിനകത്ത് എത്രയാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. VXV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേപ്പറിനകത്ത് എത്രയാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്നുള്ളതാണ് കമ്പോണൻറ്റ് ബാലൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട ഈക്വേഷൻ പറയുന്നത്. നമുക്കിനി ഓരോ സിമ്പിളിനെ കുറിച്ചിട്ടും ജസ്റ്റ് ഒന്ന് നോക്കാം. എഫ് എന്ന് പറഞ്ഞാൽ ഫീഡ് ഫ്ലോ റേറ്റ് ആണ്. പി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ്, അതായത് 40% കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ, അതാണ് നമ്മുടെ പ്രോഡക്റ്റ്. വി എന്ന് പറഞ്ഞാൽ വാട്ടർ ഇവാപ്പറേറ്റഡ്, നമ്മൾ എത്ര വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. XF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്രാക്ഷനാണ് ഉദ്ദേശിക്കുന്നത്, അതായത് ഫീഡിനകത്ത് എത്ര ഫ്രാക്ഷൻ സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ട്. XP എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റിനകത്ത് എത്ര ഫ്രാക്ഷൻ സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ട്. XV എന്ന് പറഞ്ഞാൽ നമ്മുടെ വേപ്പറിനകത്ത് എത്ര ഫ്രാക്ഷൻ സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ട് എന്നതാണ് അർത്ഥാക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസ്, ഗിവൻ ഡാറ്റാസ് ഒന്ന് എഴുതാം. നമുക്കറിയാം ഫീഡ് എന്ന് പറയുന്നത് 100 kg/h ആണ്. XF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ആദ്യമേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 15% കോൺസെൻട്രേറ്റഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനാണ്, അല്ലേ? 15% കോൺസെൻട്രേഷനുള്ളൊരു സൊല്യൂഷനാണത്. അങ്ങനെയെങ്കിൽ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് പെർസെൻറ്റേജിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ്. 15%നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 0.15 കിട്ടും. അതാണ് XF എന്ന് പറയുന്നത്. XP എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റിനകത്ത് 40% സോഡിയം ഹൈഡ്രോക്സൈഡ് ആണുള്ളത്. അങ്ങനെയെങ്കിൽ അതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0.4 കിട്ടും. പിന്നെ XV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക, വേപ്പർ എന്ന് പറഞ്ഞാൽ വാട്ടറാണ് ഇവാപ്പറേറ്റ് ചെയ്ത് പുറത്തേക്ക് പോകുന്നത്, അതിൻ്റെ കൂടെ സോഡിയം ഹൈഡ്രോക്സൈഡ് പുറത്തേക്ക് പോകുന്നില്ല. അങ്ങനെയെങ്കിൽ XV എന്ന് പറയുന്നത് 0 ആയിരിക്കും. വേപ്പറിനകത്ത് സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ ഇല്ല, 0 ആണ്. സോ XV=0. ഇനി നമുക്ക് ഓവറോൾ മെറ്റീരിയൽ ബാലൻസ് ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതിയിട്ട് അതിലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്കറിയുന്ന വാല്യൂസൊക്കെ, നമുക്ക് ഫീഡ് എത്രയാണെന്ന് അറിയാം, 100 ആണ്. പിന്നെ P+V, ജസ്റ്റ് ഇക്വേഷൻ നമ്മളൊന്ന് എഴുതി. അതിനുശേഷം നമ്മൾ കമ്പോണൻറ്റ് ബാലൻസിലേക്ക് ജസ്റ്റ് ഒന്ന് പോവാം. FXF=PXP + VXV. നമുക്കറിയാം XV 0 ആണ്. XV 0 ആണെങ്കിൽ VXV എന്ന് പറയുന്ന ടേം കംപ്ലീറ്റ് ആയിട്ട് 0 ആവും. അങ്ങനെയെങ്കിൽ FXF=PXP. ഫീഡ് എത്രയാണെന്ന് നമുക്കറിയാം, 100 ആണ്. XF എത്രയാണ്? 0.15 ആണ്. XP എത്രയാണ്? 0.40 ആണ്. ജസ്റ്റ് സോൾവ് ചെയ്യുക. ജസ്റ്റ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രോഡക്റ്റ് P എന്ന് പറഞ്ഞാൽ 37.5 kg/h ആണെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഒരു കാര്യം മനസ്സിലാവും, എന്താണ്? നമ്മൾ കൊടുത്തിരിക്കുന്നത് 100 kg/h ഫീഡാണ്. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ 37.5 kg/h ആണ്. അപ്പോൾ ബാക്കി വരുന്ന എമൗണ്ട് എന്തായിരിക്കും? അതൊക്കെ വാട്ടർ ആണ്. ആ വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പുറത്തേക്ക് കളഞ്ഞിരിക്കുകയാണ്. ജസ്റ്റ് നമുക്ക് ആ ഓവറോൾ മെറ്റീരിയൽ ബാലൻസ് ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. V=F - P.
വി എത്രയാണ് നമ്മൾ ഇതിനകത്ത് നിന്ന് കിട്ടുകയാണ് 62.5 kg/h. അപ്പം നമ്മൾ 62.5 kg/h വാട്ടറാണ് നമ്മൾ ഇവാപ്പറേറ്റ് ചെയ്യുന്നത്. ഫൈനൽ ആൻസറാണിത്. പ്രോഡക്റ്റിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 37.5 kg/h ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എത്ര എമൗണ്ട് വാട്ടറാണ് നമ്മൾ ഇവാപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 62.5 kg/h ആണ്. ഓക്കെ, താങ്ക് യു.